കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കെതിരായ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി നാളെ കോടതിയിൽ ഹാജരാകും. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിലാണ് ഹാജരാവുക. ബിജെപി നേതാവ് വിജയ് മിശ്രയാണ് പരാതിക്കാരൻ. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, അമിത് ഷായെ കൊലക്കേസ് പ്രതി എന്ന് വിളിച്ചു എന്നതാണ് പരാതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2018 കർണാടകയിൽ വെച്ച് അമിത് ഷായെ കൊലക്കേസ് പ്രതി എന്ന് വിളിച്ചു എന്നുള്ളതാണ് പരാതി. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ നീക്കമല്ലേ ഉണ്ടായിരിക്കുന്നത്? കോടതിയുടെ നടപടി അത് നമുക്ക് രാഷ്ട്രീയ നീക്കമെന്ന് പറയാൻ സാധിക്കില്ല. മറിച്ച് കോടതി കഴിഞ്ഞ നാളുകളിൽ നൽകിയ സമൻസിന് തുടർച്ചയായിട്ടാണ് ഈ ഹാജരാകുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ന്യായ് യാത്ര നിർത്തിവെച്ച് അതിന് ഒരു ഇടവേള നൽകിയാണ് അദ്ദേഹം കോടതിയുടെ സമൻസ് പാലിക്കാനായി എത്തിയിരിക്കുന്നത്. അത് അദ്ദേഹം കോടതിയിൽ വിശദീകരിക്കും. കോടതിയോടുള്ള ബഹുമാനം എത്ര വലിയ അളവിലാണ് താൻ പ്രകടിപ്പിക്കുന്നത് എന്നത് രാഹുൽ ഗാന്ധി അറിയിക്കും. ഈ കേസിന് ആധാരമായിട്ടുള്ള പരാമർശം ഉണ്ടായത് ബംഗളൂരുവിലാണ്. ബംഗളൂരുവിൽ നടന്ന പരാമർശത്തിന് ഇവിടെ കേസ് എടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഉള്ള അദ്ദേഹത്തിന്റെ നിലപാട് കോടതിയെ അറിയിക്കും. മാത്രമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ രാഷ്ട്രീയ പരാമർശമാണ് ഇത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള ആളല്ല ഈ ഹർജി നൽകിയിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും രാഹുൽ ഗാന്ധി അറിയിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ അത് ഈ വിളിച്ച അദ്ദേഹം കൊലപാതകി എന്ന് വിളിച്ചതിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കോടതിക്ക് മുന്നാലെ വിശദീകരിക്കും. അതിനുശേഷമായിരിക്കും ഈ കോടതി നടപടികളിലേക്ക് തീരുമാനിക്കുക. ഈ ഡിഫമേഷൻ കേസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമൻ ചെയ്തിരിക്കുകയാണ്. ഇനി നോട്ടീസ് നൽകണമോ ഈ കേസിൽ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ നാളെ അദ്ദേഹം ഹാജരായതിനു ശേഷമായിരിക്കും കോടതി തീരുമാനിക്കുന്നത്. ശരി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കെതിരായ അപകീർത്തി കേസിലാണ് രാഹുൽ ഗാന്ധി നാളെ കോടതിയിൽ ഹാജരാവുക. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിലാണ് അദ്ദേഹം ഹാജരാകുക. ബിജെപി നേതാവ് വിജയ് മിശ്രയാണ് പരാതിക്കാരൻ. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.